ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനമാണ്. മറ്റ് പല പ്രധാനമന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തമായി നരേന്ദ്രമോദി വയനാട്ടിലെത്തി തദ്ദേശീയരായ ജനങ്ങളുമായി ഗ്രാമപ്രദേശങ്ങളിലും ഹോസ്പിറ്റലുകളിലും മറ്റ് സ്കൂളുകളോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലും എല്ലാം സംവദിച്ചിരിക്കുകയാണ്. കൊച്ചുകുട്ടി മുതൽ വലിയവർ വരെ നരേന്ദ്രമോദിയുടെ സ്നേഹത്തിനും സാന്ത്വനത്തിനും കരുണയ്ക്കും കരുതലിനും കൈത്താങ്ങിനും ചേർത്ത് പിടിക്കലിനും വിധേയരായി. ഇന്ന് മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ പോലും നരേന്ദ്രമോദി ഒരു കൊച്ചു കുഞ്ഞിനെ ആശ്ലേഷിക്കുന്ന പടമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ് എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നമ്മുടെ ADGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറിയും എല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അദ്ദേഹം വിമാനത്തിൽ നിന്ന് കാര്യങ്ങൾ കാണുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ചൂരൽമലയുടെ ഓരോ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ബേലിപ്പാലത്തിലും നിന്ന് കാര്യങ്ങൾ കണ്ടറിഞ്ഞു, കാര്യങ്ങൾ കേട്ടറിഞ്ഞു. ഹോസ്പിറ്റലിലെത്തി വേണ്ടവർക്ക് സാന്ത്വനം കൊടുത്തു. അങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് മോദി ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. അതിനുശേഷം വളരെ പ്രത്യാശയോടുകൂടി നമ്മൾ നോക്കിക്കണ്ടത് അദ്ദേഹം കളക്ടറേറ്റിൽ നടത്തിയ കോൺഫറൻസ് ആണ്. ആ കോൺഫറൻസിൽ ഓരോ കാര്യങ്ങളെ പറ്റി വിശദമായി ചോദിച്ചറിയുകയും പ്രകൃതി ദുരന്തം മൂലമുണ്ടായ നാശനഷ്ടം എത്രയാണ്, ഭൂമി നഷ്ടപ്പെട്ടവർ എത്ര, വീട് നഷ്ടപ്പെട്ടവർ എത്ര, നഷ്ടപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്ര, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്രത്യേകം എടുത്ത് അദ്ദേഹം ചർച്ച ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം വിശദമായ റിപ്പോർട്ട് കൊടുക്കുവാൻ അദ്ദേഹം ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വെറും കൈയോടുകൂടി കേരളത്തിലെ ഭരണകൂടത്തിന് ഇരിക്കാം എന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും കേരളത്തിന്റെ വേദനകളും വിഹ്വലതകളും ദുരന്തങ്ങളും മനസ്സിലാക്കി അദ്ദേഹം ന്യായമായ ഒരു സംഭാവന, ഒരു കേന്ദ്ര ഫണ്ട് അനുവദിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ അത് 1-2 ആഴ്ച നീണ്ടിരിക്കാം, എങ്കിലും പുനരധിവാസത്തിനും വിദ്യാഭ്യാസ സംസ്കൃതിക്കും ഒക്കെ വേണ്ട പൈസ അദ്ദേഹം തരുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം നേരിട്ട് കണ്ട ജനങ്ങളും പ്രകടിപ്പിക്കുന്നത് ആ വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ കരങ്ങളിൽ വയനാടിന്റെ ദുരന്ത ഭൂമിയിലെ പുനരധിവാസം സുഗമമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ ഒട്ടേറെ ജനങ്ങളുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയമായ ഒരു കാര്യം ഉരുത്തിരിയുകയാണ്. ദുരന്തത്തിന്റെ ആദ്യഘട്ടം മുതൽ കേന്ദ്രസേനയുടെ വിന്യാസം, ദുരന്ത നിവാരണ സേനയുടെ വിന്യാസം, സേവാഭാരതിയുടെ നിരന്തരമായ പ്രവർത്തനങ്ങൾ, ഇതുകൊണ്ടൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ മറ്റ് പരിവാര സംഘടനകളും ഒക്കെ വളരെ ബഹുദൂരം മുന്നോട്ട് പോയ ഒരു കാഴ്ചയാണ് കേരളീയ സമൂഹം കണ്ടത്. അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും DYFI മുതലായ സംഘടനകളും ഒക്കെ കേരള പോലീസും ഒക്കെ വളരെ സുത്യർഹമായ സേവനമനുഷ്ഠിക്കുകയും മന്ത്രിമാരായ K രാജനും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും എല്ലാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ വയനാട് ദുരന്തം ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും BJPയെയും വളരെ ബഹുദൂരം മുന്നോട്ട് നയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നേതൃനിരയിലെ പടലപ്പിണക്കങ്ങളും അതുപോലെ തന്നെ ശക്തമായ അടിത്തറയില്ലാത്ത ഒരു പ്രവർത്തനവും മൂലം ഈ ദുരന്ത മുഖത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കോ കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ കഴിഞ്ഞില്ല എന്നുള്ളത് അത്യധികം ദുഃഖകരമായ ഒരു വശമാണ്. ശ്രീ രമേശ് ചെന്നിത്തല മാത്രമാണ് ഇക്കാര്യത്തിൽ ധീരമായ ഒരു നടപടിയെടുത്തത്. അദ്ദേഹം സ്വന്തമായി 5 വീട് പോലും വെച്ചു തരുമെന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടരുവാൻ നിർഭാഗ്യവശാൽ മറ്റു കോൺഗ്രസ്സുകാർക്ക് ഇവിടെ
കഴിയാതെ വരികയും ചെയ്തു. ഇത്തരത്തിൽ നോക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ജനങ്ങളുടെ ചിന്തയും അവരുടെ സംസ്കാരവും ഒക്കെ അനുസരിച്ച് അവര് ഉപകാരം ചെയ്യുന്നവർക്ക് തിരച്ചുപകാരം ചെയ്യുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ BJPയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വലിയ മുന്നോട്ടുള്ള ഒരു കുതിപ്പ് നടത്തുവാനായിട്ടുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. വലിയ വില കൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാര് അവരുടെ പ്രവർത്തനങ്ങൾ റൂട്ട് ലെവലിൽ അവരെ വ്യാപിപ്പിച്ചാൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പ്രതിപക്ഷ പ്രസ്ഥാനമായിട്ട് വളർന്നു വന്നാലും ഒട്ടും സംശയിക്കേണ്ടത് ഇല്ല എന്നുള്ളതാണ് വസ്തുത.